സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ് സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ. സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം ഗഡുവായി നൽകേണ്ട തുകയും പുതിയ ബഡ്ജറ്റിലെ ഒന്നാം ഗഡുവായി അനുവദിക്കാതെ ധനകാര്യ വകുപ്പ്. സാമൂഹ്യക്ഷേമ പദ്ധതികളും ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള ആശുപത്രികളുടെ മരുന്ന് വാങ്ങലും നിലച്ചു. പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ സ്ഥിതി അതീവ ഗുരുതരമെന്ന് വിവിധ പഞ്ചായത്തുകൾ ഭരണസമിതികൾ സർക്കാരിനെ അറിയിച്ചു. പുതിയ സർക്കാർ നിലവിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന സാമ്പത്തിക വർഷത്തെ മൂന്നാം ഗഡു തുകയും വി.ഡി. സതീശൻ സർക്കാർ പുതുക്കിയ ബഡ്ജറ്റ് പ്രകാരമുള്ള ഒന്നാം ഗഡു തുകയും ഇതുവരെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ പേരിൽ മൂന്നാം ഗഡു തുക നൽകാനുള്ള അനുവാദം രണ്ടാം പിണറായി സർക്കാരിന് ലഭിക്കാതെ പോയി. പുതിയ സർക്കാരാകട്ടെ ത്രിതല പഞ്ചായത്തുകളോട് താൽപര്യം കാണിച്ചതുമില്ല. വിവിധ പദ്ധതികൾക്കായുള്ള വിഹിതം അനുവദിക്കുന്നതും വെട്ടിക്കുറച്ചു. ആരോഗ്യപരിപാലനം, വയോജനക്ഷേമം, പാലിയേറ്റീവ് കെയർ തുടങ്ങി പഞ്ചായത്തുകൾ മേൽനോട്ടം വഹിക്കുന്ന പദ്ധതികൾക്കായി നിയോഗിച്ചിരിക്കുന്ന ജീവനക്കാർക്ക് ശമ്പളം പോലും നൽകാനാകാത്ത സ്ഥിതി. ജില്ലാ പഞ്ചായത്ത് അധികാരത്തിലേറിയ സമയം മൂന്നാം ഗഡു നമുക്ക് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 2025-26 വർഷത്തെ മൂന്നാം ഗഡു നമുക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ 2026-27 വർഷത്തെ ഒന്നാം ഗഡു, സാധാരണ നമ്മുടെ ഗവൺമെൻറ് ഒന്നാം ഗഡു പറയുന്നത് ഏപ്രിൽ മാസത്തിൽ കിട്ടേണ്ടതാണ്. പക്ഷേ അതും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പൊതുവെ ഭരണപരമായ എല്ലാ വിഷയങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങൾ മുഴുവനും വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. നമുക്ക് കഴിഞ്ഞ 2025-26 വർഷത്തെ സ്പിൽ ഓവർ ചെയ്ത കുറേ പ്രോജക്റ്റുകളുണ്ട്. അതെല്ലാം നമുക്കത് എടുക്കണം, അതെല്ലാം മാറ്റണം എന്നുള്ളൊരു ആകെ ഒരു പ്രതിസന്ധിയിലാണ് എല്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളും, മൊത്തത്തിൽ എല്ലാ പഞ്ചായത്തുകളും അതിൻ്റെ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ, സാമൂഹ്യാരോഗ്യ കേന്ദ്രം, കുടുംബാരോഗ്യ കേന്ദ്രം തുടങ്ങിയവയുടെ ചുമതലയുള്ള പഞ്ചായത്തുകളാണ് ആകെ പ്രതിസന്ധിയിലായത്. മെഡിക്കൽ സർവീസ് കോർപ്പറേഷനു പുറമെ അംഗീകൃത ഏജൻസികളിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങൾ മരുന്ന് വാങ്ങുന്നതാണ് രീതി. ഇതിനായി കരുതൽ തുകയുണ്ടാകും. ഇപ്പോഴാകട്ടെ മരുന്ന് തീരുകയോ പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടുകയോ ചെയ്താൽ അടിയന്തരമായി മരുന്ന് വാങ്ങാൻ കഴിയില്ലെന്ന് വിവിധ പഞ്ചായത്തുകൾ സർക്കാരിനെ അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പദ്ധതി ഫണ്ട് വെട്ടിക്കുറച്ചതിനാൽ 25 കോടി രൂപയുടെ അധിക തുക സ്വന്തം നിലയ്ക്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കണ്ടെത്തേണ്ടി വരും. ഇതിനു പുറമെയാണ് അനുവദിച്ച തുക പോലും ലഭിക്കാത്ത പ്രതിസന്ധി. കൈരളി ന്യൂസ്, പാലക്കാട്.